ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 6, ദുഃഖിതൻ്റെ വിലാപം. ദുഃഖിതൻ്റെ വിലാപത്തെ കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, അനുദിനമെന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. വചനം നമ്മെ ഇപ്രകാരം സമാശ്വസിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഇപ്രകാരമാണ്: കർത്താവെ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. 1-ാമത്തെ വചനം പറയും: കർത്താവെ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്. അങ്ങയുടെ കോപവും ക്രോധവും എന്നിൽ നിന്ന് മാറ്റി കാരുണ്യത്തോടെ അങ്ങ് എന്നെ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് ജീവിതത്തിൻ്റെ ഏത് സഹനത്തിൻ്റെ വേളയിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. 6-ാമത്തെ വചനം ഇപ്രകാരമാണ്. വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. എല്ലായ്പ്പോഴും കരയുവാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് കരുതുന്നവരുണ്ട് ഒരുപാട്. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ട്. ദൈവം നമ്മളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയില്ല എന്ന് നമുക്കറിയാം. 8-ാമത്തെ വചനം ഇപ്രകാരം പറയും: കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു, കർത്താവ് എൻ്റെ യാചന ശ്രവിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും, അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. എല്ലാവരും ഉപേക്ഷിച്ചു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു വനിതയെക്കുറിച്ച് നമ്മൾ കാണും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ സൂസന്ന. 35-ാമത്തെ വചനം 13-ാം അധ്യായത്തിൻ്റെ: അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു: നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുതകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ. ദൈവം തീർച്ചയായിട്ടും അവളുടെ കരച്ചിൽ കേട്ടു. അവളെ രക്ഷിക്കുന്ന ആ ചരിത്രം നമുക്ക് അറിയാം. അവളെ വധിക്കണം എന്ന് പറഞ്ഞ് ചുറ്റും കൂടിയിരുന്ന ജനതകൾ തങ്ങളുടെ അഭിപ്രായം മാറ്റി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വചനം നമ്മൾ കാണും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ന്റെ 60-ാമത്തെ വചന പ്രകാരമാണ്: അപ്പോൾ അവിടെ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ഇന്നത്തെ ജീവിതാവസ്ഥകളെല്ലാം, ദുഃഖങ്ങളെല്ലാം മാറും. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്ന ഒരു നാളെ നമുക്കുണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ദുഃഖത്താൽ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ തലയിണയും നനയുന്ന ദിവസങ്ങളാണ് ഇപ്പോഴെങ്കിലും. തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഓരോ ദിവസവും ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 56-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വചനം ഇപ്രകാരമാണ്: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. 56-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനപ്രകാരം തന്നെയാണ്: ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കുക. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടും. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ദൈവം സ്വീകരിക്കട്ടെ, രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.